ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര പൂക്കാത്ത അതുപോലെ മുരടിച്ചു പോയ റോസാച്ചെടി എങ്ങനെ പൂത്ത് തളിർത്ത് ഉണ്ടാകും എന്നുള്ള ഒരു ടിപ്പും അതുപോലൊക്കെ തന്നെ നമുക്ക് യാതൊരുവിധ മായം ചേരാത്ത സിന്ദൂരം അഥവാ കുങ്കുമം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു ടിപ്പുമാണ് കാണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എല്ലാവരും ചെറിയ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ഇല്ലേ. കറികളിലൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ ഒരു ഉള്ളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ തൊലി വെച്ചിട്ടാണ് ഞാനൊരു ഫസ്റ്റ് ടിപ്പ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ എടുത്തതിന് ശേഷം ഇതേപോലെ ഉള്ളിയുടെ തൊലി വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും വെറുതെ കളയില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയുടെയും വലിയ ഉള്ളിയുടെയും കുറച്ച് തൊലി എടുത്തിട്ടുണ്ട്. തൊലി എടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? അപ്പം നമ്മൾ സാധാരണ നമുക്ക് എളുപ്പം ഉള്ളിയുടെ ഫാനിൻ്റെ കീഴിലൊക്കെ ഇരുന്ന് നമുക്ക് ചൂടുള്ള ടൈമല്ലേ, ഫാനിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഉള്ളി പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി പൊളിച്ചിടുകയാണെങ്കിൽ അത് പറന്നു പോകത്തില്ല, ഉള്ളിയുടെ തൊലി പറന്നു പോകത്തില്ല. നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോസാ ചെടിക്കൊക്കെ വളരെ നല്ലതാണ്. എത്ര പൂക്കാത്ത റോസാ ചെടിയും നിങ്ങൾ ഈ ഒരു ഉള്ളിയുടെ തൊലി ഒന്നിട്ട് നോക്കുക. ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഉള്ളിത്തൊലി എന്ന് പറഞ്ഞാൽ. അത് റോസാ ചെടിക്ക് വളരെയധികം നല്ലതാണ്. നിങ്ങൾ എന്തെല്ലാം വളമിട്ടിട്ടും റോസാ ചെടി നിങ്ങളുടെ പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒരു അരമണിക്കൂർ ഇതുപോലെ തൊലി ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ ഒരു റോസായുടെ ഈ ഒരു ഇതേപോലെ നമ്മൾ റോസായുടെ ചുവട്ടിൽ ഇതുപോലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഞാൻ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ ഞാൻ പനിക്കൂർക്ക ഇല വെച്ചിട്ടാണ് റോസാ ചെടിയുടെ കാണിച്ചേക്കുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ റോസാ ചെടി വാടി നിൽക്കുന്നുണ്ടല്ലോ എന്ന്. ആ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച കൂടുതലായിട്ടില്ല. അതാ അന്ന് നട്ട റോസാ ചെടിയാണ്. കണ്ടോ, ഇപ്പോൾ ആ ഒരു വാടിയതൊക്കെ മാറി ആ ഒരു പനിക്കൂർക്ക ഇല വെച്ചിട്ടുള്ള ആ ഒരു ടിപ്പ് ഞാൻ കാണിച്ച് റോസാ ചെടിയെല്ലാം എന്താ രണ്ടാമത് വീണ്ടും പൂവായിട്ടുണ്ട്. അന്ന് ഇത് മുരടിച്ച് നിന്നെങ്കിൽ ഇപ്പം നല്ല പൂവ് ആയിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെ ഞാൻ ഇതിനെ സ്ഥിരം ഇടുന്നതാണ്. ഇതിൻ്റെ ചുവട്ടിൽ ഇതേപോലൊക്കെ ഞാൻ ഉള്ളിയുടെ തൊലി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഞാൻ റോസാ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് ഇട്ട് കൊടുത്ത് നോക്കുക. അതുപോലൊക്കെ തന്നെ ആവശ്യത്തിന് വെള്ളം രാവിലെയും വൈകിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് ഉള്ളിത്തൊലി ഇതുപോലൊന്നിട്ട് വേറെ ഒരു വളവും നിങ്ങൾ ഇടണ്ട. പിന്നെ ചാണകപ്പൊടി നല്ലതാണ്, മുട്ടത്തോട് നല്ലതാണ്. പക്ഷേ ഇതൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതേപോലൊക്കെ നിങ്ങൾ എത്ര ഉള്ളിയുണ്ടോ അതിൻ്റെ അനുസരിച്ച് ഇതുപോലെ അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഉള്ളിയുടെ എസൻസ് മൊത്തം ആ വൈറ്റമിൻസ് എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആവുന്നുണ്ട് ഇതിനകത്ത് മിക്സായി കിടക്കും. അപ്പം നമ്മൾ ഇതേപോലൊക്കെ തന്നെ റോസാ ചെടിയിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഉള്ളിത്തൊലിയൊന്ന് കുതിർത്ത് വെച്ചൊന്ന് ഇട്ട് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. എത്ര പൂവുണ്ടാവാത്ത റോസാ ചെടിയിലും ധാരാളം പൂവുണ്ടാവും. റോസാ ചെടിക്ക് വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് റോസാപ്പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കുങ്കുമം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കുങ്കുമം പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പം നമുക്ക് വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നാച്ചുറലായിട്ടുള്ള ചുവപ്പ് കളറിലെ കുങ്കുമം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് നിങ്ങളെ ഒന്ന് ഉണ്ടാക്കി കാണിക്കുക. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കുങ്കുമം തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ലാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട താനും. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ 1.5 സ്പൂൺ, അതേ സ്പൂണിന് തന്നെ ഏകദേശം ഒരു 1.5 സ്പൂണോളം തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് കുറച്ച് വെള്ളം പോലെ ആയതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്കുള്ള കുങ്കുമം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ചിലർക്കൊക്കെ നമ്മൾ ഇതുപോലെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ നെറ്റിക്കൊക്കെ വലിയ പ്രശ്നമാണ് ഉണ്ടാവുന്നത്. കാരണം അലർജി ആയിട്ട് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മഞ്ഞളും ഈ ഒരു തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ തൈരൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്ത തൈര് കൊണ്ട് തികയത്തില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഞാൻ കുഴയ്ക്കുമല്ല ചെയ്യുന്നത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്. 1-2 നാരങ്ങയുടെ നീര് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് വേണം. അപ്പം നമ്മൾ ഇതിൻ്റെ കുരു ഒന്നെടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നീര് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മൊബൈലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇളക്കാൻ പറ്റാത്തത്. അപ്പം ഞാനൊന്ന് ഇളക്കിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി വെക്കാം. പരത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്തൊരു 20 മിനിറ്റോളം ഒന്ന് ഉണക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 20 മിനിറ്റിന് ശേഷം ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആണ്ട് വെയിലത്ത് വെച്ചിട്ട് ഒരു നിറം നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു റെഡ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോഡാപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നിറം കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സോഡാപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. അതേ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ മഞ്ഞൾപ്പൊടി കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു സോഡാപ്പൊടി കൂടി ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ കുങ്കുമത്തിൻ്റെ ഒരു നല്ല ചുമന്ന ബ്രൗൺ കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സോഡാപ്പൊടി ചേർക്കണം, ചേർക്കാതിരിക്കരുത്. സോഡാപ്പൊടി ചേർത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കളറ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ നമ്മൾ 15 മിനിറ്റ് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ചിലരൊക്കെ നമ്മൾ ചുണ്ണാമ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ പണ്ട് വെറ്റയൊക്കെ എടുത്ത് മുറുക്കാനൊക്കെ എടുക്കുന്ന, അപ്പോൾ ആ ഒരു ചുണ്ണാമ്പ് പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ചുണ്ണാമ്പ് ഉപയോഗിക്കുന്നതിനോട് വലിയ ഒരിതില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ സോഡാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. സോഡാപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടേ സോഡാപ്പൊടി അതിൽ ചേർക്കാറുണ്ട്. അപ്പോൾ സോഡാപ്പൊടി അത്ര വലിയ പ്രശ്നമുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ല. അതുപോലൊക്കെ തന്നെ നമുക്ക് സാധാരണ എനിക്കാണെങ്കിൽ സിന്ദൂരം തൊടുമ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന റെഡിമെയ്ഡ് സിന്ദൂരം മേടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുമാതിരി ചൊറിച്ചിൽ പോലെ ഉണ്ടാവുന്നുണ്ട്, അലർജി ഉണ്ടാകാറുണ്ട്. അല്ലാതെ പൊള്ളി അങ്ങനെയൊന്നും ഉള്ള കുഴപ്പമില്ല. പക്ഷെ ഒരു തൊട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഒരു നല്ല പോലെ അലർജി ഉണ്ടാകാറുണ്ട്. കാരണം ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് സാധാരണ സിന്ദൂരം ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി ഒന്നും ഉണ്ടാക്കത്തില്ല, കുറച്ച് നമുക്കൊരാവശ്യത്തിന് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു സോഡാപ്പൊടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇത് പൂത്തു പോകും. കാരണം ഈ ഒരു സോഡാപ്പൊടിയുടെ നനവും നാരങ്ങ നീരും അതുപോലൊക്കെ തന്നെ തൈരും ഒക്കെ ചേർത്തതല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടാവും, പൂത്തു പോകുന്നത്. അപ്പോൾ പൂത്തു പോകാതിരിക്കാൻ നമ്മളിത് നല്ല വെയിലത്ത് തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഒരു ദിവസം അല്ലെ 2 ദിവസം, ഇപ്പം നല്ല വെയിലുള്ള ടൈമല്ലേ, നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഒരു കളറും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതാ കൈ കണ്ടോ, കൈ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇത് ഒരു ബ്രൗൺ കളറിലെ കുങ്കുമമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റെഡ് കളറല്ല, ഒരു ബ്രൗൺ കളറ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതാ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് മഞ്ഞൾ നല്ലപോലെയൊക്കെ കിടപ്പുണ്ട്. ഞാനിത് പൊടിച്ചതിൽ കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ നല്ലപോലെ ഈ ഒരു മഞ്ഞളില്ലാതെ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെയിലത്ത് വെച്ച് നല്ല പോലൊക്കെ ഉണക്കിയെടുക്കുക. അല്ല ഒട്ടും ഈർപ്പം ഉണ്ടാവരുത്, നല്ല പോലെ ഉണക്കിയിട്ട് മാത്രമേ നമ്മൾ ഇനി ഇതെടുക്കാവുള്ളൂ. അപ്പം ഞാനിതൊന്നുകൂടെ വെയിലത്ത് കൊണ്ടൊന്ന് ഉണക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഇത് വെയിലത്തൊന്ന് ഒന്നുകൂടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉണങ്ങിയിട്ടെടുക്കാം.
അപ്പോൾ അതാ ഞാൻ വെയിലത്തുനിന്ന് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മുടെ കുങ്കുമം ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലൊക്കെ തന്നെ സാധാരണ നമ്മൾ കുങ്കുമം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധിയോടൊക്കെ കൂടിയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് തയ്യാറാക്കിയെന്നേ ഉള്ളൂ. നമ്മൾ അഥവാ നമുക്ക് വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയൊക്കെ ആയിട്ട് കുളിച്ചിട്ടൊക്കെ നമ്മൾ സാധാരണ എടുക്കുകയാണ് ചെയ്യുന്നത്. ശുദ്ധമായിട്ടൊക്കെയാണ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇത് തൽക്കാലത്തേക്കൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ്. അതാ കണ്ടില്ലേ, നല്ല അടിപൊളി കളറായിട്ടുണ്ട്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട്, നല്ല വെയിലാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് യാതൊരുവിധ, സാധാരണ ഇതൊക്കെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിയുമ്പോൾ മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ആ സിന്ദൂരം തൊടുന്നിടത്തൊക്കെ ചൊറിയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ കഴുകിയെല്ലാം തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ്. കുറേ നാളത്തേക്കുള്ള സിന്ദൂരം നമുക്ക് ഇതുപോലൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.